ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് അവസാന ഉപാധികളോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതം അറിയിച്ചു എന്നതാണ്. റഷ്യൻ മേഖലയായ കുർസ്കിൽ കുടുങ്ങിക്കിടക്കുന്ന യുക്രൈൻ സൈനികരോട് കീഴടങ്ങാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സൈന്യം ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാന്യമായ പരിഗണനയും ജീവനും ഉറപ്പ് നൽകുമെന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു. 3 വർഷത്തോളമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഇത്തരത്തിലൊരു പ്രതികരണം. എന്നാൽ അപ്പോഴും പുടിന്റെ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. വെടിനിർത്തൽ കരാർ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് പുടിന്റെ നിലപാടെന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത്. അമേരിക്കയും യുക്രൈനുമാണ് വെടിനിർത്തൽ കരാറിന് ആവശ്യം റഷ്യയോട് ഉന്നയിച്ചത് തന്നെ. റഷ്യൻ പ്രസിഡന്റുമായുള്ള ചർച്ചകളും ഫലപ്രദമായിരുന്നു. രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പിന്നെയും കല്ലുകടിയാണ് യുക്രൈൻ നേതാവിന്റെ പരാമർശത്തിലൂടെ ഉടലെടുക്കുന്നത്.